ഇന്നത്തെ നമ്മളെ വീഡിയോ ടിപ്പറുകാർ മാത്രം കൂടിയാണ്ട് നെയ്ച്ചോറും കോഴി ഉണ്ടാക്കുക കേട്ടോ. നാടൻ കോഴി. ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. പഠിക്കലെ കോഴികളാട്ടത്, നാടൻ കോഴികൾ. കുപ്പി അടുത്ത് പൊടിച്ചോണ്ട് കൊണ്ട ഈ പോയി കൂടെ ഞാൻ അപ്പുറത്ത് കിടക്കണ്ടേ കിട്ടിയേ അവിടെ നോക്കിയാ ഇവിടെ ഇങ്ങനെ പറക്കിയിടാം. കാട്ടിൽ കൂടെ പോട്ടെ നമ്മള്. ഒരു നെയ്ച്ചോറും കോഴിയും വെക്കണമെങ്കിൽ ഇതൊരു റിസ്ക് എത്ര ചപ്പാങ്ങള് പോയി കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മള്. ഇവിടെ എത്തി. അടിപൊളി സ്ഥലം കേട്ടോ, കിണ്ണം കാച്ച സ്ഥലം. ഇവിടെ വെച്ചുണ്ടാക്കാം, ഇവിടെ വെച്ചുണ്ടാക്കടാ. ഇവിടെ അടുപ്പ് വരണ്ട്, അടുപ്പ് വരണ്ട്. ഇനി ഇതിനെ പാർമക്കോട് ഇതാ ഇവിടെ ഇതാ ഇവിടെ ആയിക്കോട്ടെ. അടിപൊളി സ്ഥലം. അങ്ങനെ നമ്മളെ എന്താണ് നമ്മളിന്ന് വെക്കണത്? കോഴി എങ്ങനെയാണ്? ഉള്ളിക്കോയില്ലേ? ഉള്ളിക്കോയി നെയ്ച്ചോറൂല്ലേ? ടിപ്പറുകാർ വെക്കണം കേട്ടോ, അടിപൊളിയാവും. പെറ്റെടുക്കണ പോലെ തിന്നണതാണ് ഉള്ളിക്കോയില്ലേ? ഇങ്ങോട്ട് നോക്കി പറയത് തടിമട പിടിച്ചു അല്ലേ? ചെറുള്ളി നെയ്ച്ചോറൂല്ലേ? കുറേ ആളുകൾ ഇനി വരാണ്ട് ഇതിക്ക് പങ്കെടുക്കാണ്ട്. ഞമ്മക്ക് തിന്നണം. പെറ്റെടുക്കണോ തിന്നണ ഉള്ളിക്കോയി നെയ്ച്ചോറും. ഇനി ഇതിക്ക് കുറേ നമ്മളെ തുണക്കാർ വരാണ്ട്. ഓരൊക്കെ ഞായറാഴ്ചയായിട്ട് ഓരോരോ പരിപാടികളിലാണ്. ഓരൊക്കെ വരും കുറച്ച് വെച്ചപ്പോൾ അതിന്. അപ്പം ഇതൊക്കെ അടുപ്പൊക്കെ കൂട്ടി റെഡിയാക്കാണ്. തിജു പടിഞ്ഞാറ്റൊക്കെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. തിജു കൊടുക്കണതിന് മറ്റേ ഒരു കണക്കുണ്ടല്ലോ. എവിടേക്കാലും കൊടുത്തോളാം തിജു, എവിടെ കൊടുത്താലും പാടില്ല. കുഞ്ഞുട്ടിയെ പറഞ്ഞു പടിഞ്ഞാറ്റക്ക് തിരിച്ചു കൊടുക്കാൻ പാടില്ല പറഞ്ഞ്. ആരാ പറഞ്ഞത്? തേങ്ങാപ്പുണ്ണാക്കാണ്. എങ്ങനെ കത്തിയാൽ മതി. അതിന് തിജിന് പടിഞ്ഞാറും കേക്കൊന്നുമില്ല. ഏതേലും ഇതിൽ ഓലക്കൊടി കൊടുത്തുകൊണ്ട് തിരിച്ചെടുക്കാൻ നല്ലാതെ അതിന് കുറേ തെക്കും പടിഞ്ഞാറും നോക്കിയിട്ട്. അല്ലാതെ ഈ കോഴിക്കൊക്കെ ഒന്നും വേണ്ടേ? എടാ ചേങ്ങന്മാരെ ഒന്ന് കെക്കിക്കാണ് നിങ്ങൾ. അല്ലേ കോഴി വെക്കാതെ എങ്ങനെ തന്നെ ചോറൊക്കെ തിന്നേ? പോയിലാക്കണ ഇഷ്ടം പോലെ വെള്ളം. ഞാനെന്താ പണിക്കണ്ട പറഞ്ഞു കേട്ടോ. എല്ലാരും റെഡി തന്നെ. കിടക്ക് പോയില് അത്രയും വെള്ളം ഉണ്ടായോണ്ടേ. ഇത്രയും പോയാൽ വെള്ളം ഉണ്ടായിട്ട് നിങ്ങൾ കോഴി കക്കണ്ട പറഞ്ഞ്. നല്ല വൃത്തിയും വെടുപ്പാണ്. മര്യാദക്കാര് മുക്കിയാണ്ട് കക്കി. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് മതി. ഉള്ളിക്കോഴി നമ്മൾ പള്ളിയിലുണ്ടാണ് പെണ്ണുങ്ങൾ നിന്നാണ് ഉള്ളിക്കോഴി വെക്കണത്. പെറ്റെടുക്കണോ നിങ്ങളല്ലേ? അതിൽ ജംഷി എന്താ പറഞ്ഞറിയോ? പെരിലെ പെണ്ണുങ്ങൾ മാത്രം തിന്നാൽ പോലല്ലോ ഉള്ളിക്കോഴി, നമുക്ക് തിന്നണ്ടേ? പെറ്റെടുക്കണ പെണ്ണുങ്ങൾ മാത്രമേ പെരിത്തോല് തിന്നാൽ മാത്രം പോരാ, ഞമ്മക്കും തിന്നണം എന്നാണ്. ചോര പോയിക്കോട്ടെ, നല്ലോണം കക്ക് ഇടാം, വൃത്തിയിൽ കക്ക്. ഞാനെന്താ പടുക്കണ്ട പറഞ്ഞോട്ടോ. അങ്ങനെ നമ്മൾ അടുപ്പ് തീ കൊടുത്തിട്ടുണ്ടോ? അല്ല, അടുപ്പ് പടിഞ്ഞാറ്റക്കല്ല വെച്ചേക്കണ്. കുഴപ്പമില്ലേ? പടിഞ്ഞാറ്റക്കാണ്. അല്ല വിറ്റണ്ടേ, അടുപ്പ് പടിഞ്ഞാറ്റക്ക് വെച്ചിട്ട് അപ്പം രസം കൂടും. അതിപ്പോ ചട്ടി കൂടായിരുന്നില്ലല്ലോ, അപ്പൊ തുണീൻ്റെ ഒന്നും ആവശ്യമില്ല. അത് പിടിച്ചാ ഇല്ല, അത് കുഴപ്പമില്ലേ? തിജി എത്തണ പടിഞ്ഞാറ്റക്കാണ്, അപ്പം രസം കൂടുന്നതാണ്. ഓരോരോ ഒന്നും തിരിഞ്ഞോട്ടോ കേട്ടോ. ആക്കെ മതി. ഉള്ളിക്കോയിക്കല്ല എണ്ണ വാർന്നു അല്ലേ? ഉള്ളിക്കോയൊക്കെ വെച്ചുണ്ടാക്കി ഇതൊക്കെ ഭക്ഷണം കഴിച്ച് പുഴയിലൊക്കെ ഒന്ന് ഇറങ്ങി സാറായിട്ടൊന്ന് കുളിച്ചിട്ടൊക്കെ പോകണം. വൈകുന്നേരം നമ്മൾ കൊടുത്ത് പോകുള്ളൂ. അടുത്ത ഗസ്റ്റ് വരുന്നുണ്ട്. വരുന്നേ ഇല്ലിക്കൽ കുഞ്ഞപ്പൂൻ്റെ ഡ്രൈവർ. ഇതിക്കൽ ആളാ. ഇനിയും കുറേ പേരുണ്ട്. പുതിയ ഗസ്റ്റ് വരുന്നുണ്ട്. അത് തിന്നാൻ നേരത്തെ ഒക്കെ അങ്ങനെ മണം പിടിച്ച് പേര് ഇനി കണ്ടോണ്ടി. ഇനിയിപ്പോൾ ലാസ്റ്റ് തേക്കാതൊക്കെ വെച്ച് വരുള്ളൂ. അത് തിന്നാൻ നേരത്തെ ഓരോന്നിങ്ങനെ അരുവടിപ്പിച്ച് വരുന്നുണ്ട്. വരുന്നത് അടുത്ത ഗസ്റ്റ് ഇതാക്കണേ. ഞാൻ പറഞ്ഞ ഗസ്റ്റ് എത്തിക്കണേ. അതിപ്പോൾ അതിന് കൊത്തമ്പാലിൻ്റെ മണം വരുമ്പോൾ ഇങ്ങനെ ബെല്ലേ പാറ്റ ഡേറ്റ് എന്ത് നമുക്ക് അടുക്കണ മാതിരി ഓരോന്നും ഇങ്ങനെ അടുക്കണുണ്ട്. തീ വെച്ചേക്കണ്ടോ?
അവിടുന്ന് പാഞ്ഞൊക്കെ വെച്ച് കുടിരിക്കലൊക്കെ പാഞ്ഞൊക്കെ ഉണ്ടാവും അവിടെ ഉള്ളിക്കോയി കഴിക്കാം. ഇതിക്കും പാറിന്റെ മാതിരി ഉള്ളിട്ട പോകുന്ന തിരിച്ചെടുക്കിടുകയാണല്ലോ കഴിച്ചല്ലേ. മറ്റേ വർഗില്ലോടത്തോളം കുത്തി തിരികോ പ്രശ്നമില്ല. ഒക്കെ വരുന്നുണ്ടേ, ഒക്കെ വരാറുണ്ട്. ഒക്കെ ഞായറാഴ്ചയിലെന്ന് സൺഡേലടാ. സൺഡേയിൽ ഓരോരുത്തർക്ക് ഓരോ പരിപാടികളുണ്ട്. അപ്പം ഉപ്പൂട്ടോ ഒക്കെ വരും, എല്ലാവരും വരും കേട്ടോ. നമുക്കൊന്ന് സാധനം തേക്കിയാതൊക്കെ ഉള്ളൂ. നാടൻ കോഴിയാണ്, ഉള്ളിക്കോഴിയാണ്. മോഡലിൽ വെക്കണേ. പള്ളിയിലെ പെണ്ണുങ്ങൾ പെറ്റെടുക്കുമ്പോൾ തിന്നൂലേ ആ സാധനം വെക്കണേ. ഇത് കണ്ടോ മരുന്നൊക്കെ ഇട്ടാണ്ട് വെക്കണേ. അല്ല വിളിച്ചോക്ക് എന്തോ വരാത്ത വെച്ചോക്ക്. ഇതെന്താ പറയുക, പെറ്റെടുക്കണ പെണ്ണുങ്ങൾ തിന്നണ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കണേ. ടിപ്പറുകാർ മാത്രം ഉണ്ടാക്കണ മറ്റേ ഉള്ളിക്കോയും നെയ്ച്ചോറും കേട്ടോ. കഴിച്ചല്ലേ. വറക്ക് തിരിച്ചു കൊടുത്തോ കേട്ടോ. കൊടുത്താൽ പോടും. അതിപ്പോൾ ലാസ്റ്റ് അല്ലേ തൈര്, ലാസ്റ്റ് ഉണ്ടാക്കാം. തൈരൊക്കെ ഉണ്ട്. അത് വല്ലുള്ളിയൊക്കെ അരിഞ്ഞോ റെഡിയാ. ഇത് നോട്ടോ. ഇത് ഇവിടെ ഇപ്പം ഞങ്ങൾ കണ്ടുപിടിച്ച സ്ഥലത്തിന് ഇപ്പം എന്താ കുഴപ്പം? അടിപൊളി സ്ഥലം അത്. നോക്കി എന്താ ലൊക്കേഷൻ തണുപ്പത്ത് നോക്കിയാൽ മുളങ്കാടിൻ്റെ ഉള്ളിൽ കിണ്ണം കാച്ച സ്ഥലമാണ്. അങ്ങനെ നമ്മളെ ഉള്ളിക്കോയി ഏകദേശം ആയി തുടങ്ങി. ഇനി എന്താണ് ഇനി അടുത്ത് ഇവിടെ നെയ്ച്ചോറൊക്കെ അല്ലേ. നെയ്ച്ചോറിനെല്ലാം അടുപ്പ് കൂട്ടട്ടോ അവിടെ. ആക്കണേ നമ്മളെ ഉള്ളിക്കോയി അതിൽ കടന്നുകാണ്ടേ വേവ് കേട്ടോ. അടിപൊളി വേവാണ്. അളക്കാണ്ടേ തെറിപ്പിച്ചാലേ മേത്തേക്ക് ആ ജാതി ചൂടാണ്. കൊടുക്കുമ്പോൾ പിടിച്ചുകാണ്ട് ഇളക്കിക്കോ. ഉസാറായില്ലേ. നല്ല വന്നോട്ടോ കേട്ടോ. അല്ലാത്ത നാടൻ കോഴിയല്ലേ ശരിക്കും സത്യത്തിൽ. കഴിഞ്ഞൂറി മറ്റോ കാട്ടിയമാർ അഴിമതി നടത്തില്ലല്ലോ. നാടൻ കോയിൻ്റെ അടിയിൽ കൂടെ മറ്റേ വെള്ളക്കോയിനെ ചേർത്തു എന്നിട്ട് പറ്റിച്ചോ. മറ്റോ കാട്ടിയേ എന്നാ 2 വർഷം ഇട്ടാ അല്ല വന്നോട്ടെ. അല്ല 2 വർഷം തീക്കാൾ ഇട്ടാ ആ സാമ്പിൾ നോക്കാൻ തീക്ക് ലേശം കാട്ടിയ ഇച്ചോനും മറ്റോന് കഴിഞ്ഞൂറിയേ അഴിമതി നടത്തി. ഈ നാടൻ കോയിൻ്റെ അടിയിൽ കൂടെ എന്തേലും വെള്ളക്കോയിനെ കയറ്റിയേക്കുക പറ്റിച്ച് ഞങ്ങളെ അല്ലേ. ആ കുറുമല് മുത്തനെ കാട്ടിയല്ലേ. മുത്തൻ കാട്ടിയേ നാടൻ കോഴി കൊണ്ടുവന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടെ 2 വെള്ളക്കോയി ഇല്ലല്ലോ മറ്റേ വെള്ളക്കോയി അതിനെ കയറ്റിയേക്കുക. 2 വർഷം കൂടി ഇട്ടാ സാമ്പിളാണ് നടക്ക്. ഉസാറാക്കി ആൾക്ക് നാടനാണ്. ഇതിലാരും അഴിമതി നടത്തിയില്ലല്ലോ. കഴിഞ്ഞൊരു അഴിമതി നടത്തിയാണ്. ഞാൻ ചെറിയൊരു തിരിച്ചതി. അപ്പോൾ അതിന് നമ്മളെ ഇത് ബിരിയാണി അല്ലേ നെയ്ച്ചോറല്ലേ. നല്ല വില കൂടിയ അരിയല്ലേ വാങ്ങിക്കണ്. പുയലും ചാടണ്ടേ. ഇതോടെ തീ വെച്ചാണ്ട് പോയിക്കോ. ആ പുയലിൽ പോയി ചാടോ കേട്ടോ. ഒന്നാണ് തണുപ്പിച്ചാണ്ട്. ഇത് പടിഞ്ഞാറ്റിക്കല്ല തിജ്ജ് കൊടുക്കുക. പടിഞ്ഞാറ്റക്ക് തിജ്ജ് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന പറഞ്ഞ് ടിപ്പറിലെ ഡ്രൈവർമാർ ഉണ്ടാക്കണം കേട്ടോ. അത് ഓൺലി ഡ്രൈവർമാർ സൺഡേയിൽ ഭക്ഷണം വെക്കുക. അതന്നെ ടിപ്പറിലെ ഡ്രൈവർമാർ ഉണ്ടാക്കുകയാണ്. സൺഡേ ജാളിയുടെ കൊടുത്തോട് തിരിച്ച് കിടക്ക്. കഴിഞ്ഞൊരു കൊറോണക്ക് ആ ടൈമിൽ ഡബ്ബർ തോട്ടത്തിൽ പോകുന്നൊരു വീഡിയോ ഉണ്ട്. ഇത് പറ്റി നമുക്ക് ഇതിലൂടെ ഉൾപ്പെടുത്താം. നോക്കട്ടെ. ഡബ്ബർ തോട്ടത്തിലുണ്ട് ഞാൻ കുടം കൊണ്ട് വെക്കുന്നൊരു വീഡിയോ. സബ്സ്ക്രൈബ് കുറേ ആൾക്കാർ ചെയ്തിരിക്കണം. കുഴപ്പമില്ല. ഒന്ന് കുറച്ചായിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വിട്ടരട്ടെ. അതല്ലേ ഇനി സാമ്പിൾ നോക്കിയാണ് ഇതൊക്കെ ഇവിടെ കഴിച്ചാൽ കേട്ടോ. ഫുള്ള് സാമ്പിൾ നോക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ. 2 എനിക്ക് കൊടുത്തൊക്കെ കേട്ടോ. സാമ്പിൾ നോക്കാം. എങ്ങനെയുണ്ട് സാറല്ലേ? എങ്ങനെയുണ്ട് സാറാ? നിങ്ങൾ വല്ല ബ്ലോഗർമാർ പറയണമാരെ തൊള്ളിക്കൊക്കെ മുന്നേ കച്ചുകൊണ്ട് കാട്ടണ്ട. നല്ലതാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ ബന്ധോട്ടെ കിടന്നാണ്ട്. എന്നാ വേണ്ട എടുക്ക്. സൈജല്ലേ ലേസോടി സാമ്പിൾ ഉണ്ടടാ. ഇത് കഴിഞ്ഞു. അത് വേണ്ട. അല്ല കുഴപ്പമില്ല. എന്നാലും അത് നമുക്ക് ഇതും പോകും. വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് സാമ്പിൾ ആട്ടിയാ. ഭയങ്കര രസം ഉള്ളിക്കോയി.
കുറച്ച് സാമ്പിളുണ്ട് കേട്ടോ. സാമ്പിളുണ്ടോ അടിപൊളിയായിട്ടത്. ഈ ഐറ്റംസേ നമ്മൾ നാളെ വെച്ചതിനേക്കാൾ രസമുണ്ട്. ഭയങ്കര എൻ്റെ സ്പെഷ്യലിസ്റ്റ് ഇതാട്ടോ. ജംഷിയാണ് എൻ്റെ സ്പെഷ്യലിസ്റ്റ്. ആരാ മറ്റേ നെയ്ച്ചോറ്റക്ക് മറ്റേ മുന്തിരിയൊക്കെ ഇട്ടിക്കണ്? ആ ജോ എന്തേലും ഇട്ടേക്ക്. ആ ഒക്കെ ഇട്ടടാ. നെയ്ച്ചോറ്റക്ക് മുന്തിരി ഇട്ടിക്കണാന്ന്. മറ്റോ നോക്കി ഇങ്ങനെ കുത്തിരി നോക്കിയത് നമുക്ക് ഓരോരുത്തർക്ക് കൊണ്ടേച്ച ഒരാവശ്യമുണ്ട്. രണ്ടെണ്ണം കൂടി ഇട്. ഇട്. ഓൻ വന്നിട്ടില്ലേ? മറ്റൊരു വരുമ്പോഴത്തേ മറ്റൊരു വന്നാലും നമുക്ക് ഇങ്ങനെ തിന്നാൻ കിട്ടൂല. അങ്ങനെ ജോനെ മുന്നേ കൂടെ വെച്ചെടുത്തോ തിന്നുന്നുണ്ട്. അത് വാങ്ങിച്ച ചൂട് വേണ്ടതേ അവിടെ തിന്നൂട്. പന്തോളം നിർബന്ധമായി. അപ്പോൾ മാറ്റോ വേണ്ടാന്ന് ഇപ്പൊക്കെ ഉണ്ട്. വേവാപ്പന് ചെറിയൊരു വേവല് വേണ്ടേ? പേര് വരൂലേ? നാണി കുറി അയിമതിയില്ല. ഒറിജിനൽ നാടൻ കോഴിയാ. കഴിഞ്ഞൂറി മറ്റോ 2 വെള്ളക്കോനെ കെട്ടിയിരിക്കേ അയിമതി എടുത്ത് നാണി. ഇനി പോയി കജ്ജയിക്കോ. കഴിഞ്ഞു. കുറേ നേരമായി കജ്ജ പോയി കജ്ജയിക്കോ. ഞങ്ങൾ നോണ്ട് കേട്ടോ. പേര് വരും ചങ്ങായി. കുടിവെള്ളം കാട്ടിയ വീണ്ടും സാമ്പിള്. ഇളക്കേക്കോ. സാമ്പിൾ കൊടുക്കും കേട്ടോ. സർപ്പൂരി ഓറഞ്ച് കൊടുക്കണ്ട, കാരണം കജ്ജയിക്കണം. ഒക്കെ വരും. തരാറങ്ങണേ. ഇനി സർഫൂന് വേണ്ടട്ടോ. സർപ്പോ ഞങ്ങൾ നോട്ടോ. കുറച്ച് തോന്നട്ടെ. കുറച്ച് സാമ്പിൾ കുറച്ച് തോന്നട്ടെ. കുറച്ചുകൂടി അല്ലേ? അപ്പോൾ വേറെ കുഴപ്പമില്ലേ? മറ്റോ പിന്നി വന്നിട്ടോ. അവിടേക്കാ ഓനൊന്നും വേണ്ടാനും ഇന്നാ ഓന് കജ്ജ കഴിക്കണാണ്ട് ഓൻ പിന്നെയും ഇതിനായിട്ട് കൂടെ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. വരാൻ പറഞ്ഞാ മണി വരാൻ പറഞ്ഞടാ. ഓ എന്താ ടേസ്റ്റ് അറിയിച്ച് ഇങ്ങോട്ടിയാ അല്ലേ? അടിപൊളിയല്ലേ? നാടൻ കരിയേപ്പില്ല. നാടൻ മാത്രം. മറ്റം പറഞ്ഞറിയും നാടൻ കരിയേപ്പ് മാത്രം കേട്ടോ. നാടൻ കോഴി, നാടൻ കരിയേപ്പ്. എല്ലാ കക്കാൻ പോയതാ കുഞ്ഞുട്ടി പോയിച്ചാടി. കുഞ്ഞുട്ടിയെ പൈസ അറിഞ്ഞോ? ഓഹോ, ഈ പ്ലേറ്റ് അടക്കാൻ പോയി കുഞ്ഞോട് നനഞ്ഞുണ്ടി ആയിട്ടോ. അത് കുഴപ്പമില്ല. റിസ്ക് എടുക്കേണ്ടി വരും. എന്നിട്ട് സ്പെഷ്യലിസ്റ്റ് പോകാനാട്ടോ. നമ്മളുള്ളവരെ എൻ്റെ സ്പെഷ്യലിസ്റ്റ് നമ്മളങ്ങനെ മറ്റോടെ ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. ഇനിയും സാമ്പിൾ കൊണ്ടുവാണെങ്കിൽ കജ്ജാക്കിയാണ് കുത്തിരിക്കണ്. അവൻ കജ്ജാക്കട്ടെ. അവൻ കജ്ജാക്കി പോയിട്ട് പിന്നെയും സാമ്പിൾ കുത്തിരിക്കാണ്. ഇനി സാമ്പിൾ വളം വേണ്ട കേട്ടോ. ഇനി സാമ്പിൾ വളം വേണ്ട. ഓന് വന്നോണ്ട് സാമ്പിൾ നിന്നാണ്ട് കഴിച്ചത്. ഇതിൻ്റെ ബില്ലുണ്ടാവും കേട്ടോ, വിഹിതം ഉണ്ടാവും കേട്ടോ. സാമ്പിൾ വേള ശരിക്കും എന്നാലും വേണ്ട. അങ്ങനെ നമ്മൾ CTS കുഞ്ഞാപ്പ് വരുന്നുണ്ട് കേട്ടോ. കട്ടിപ്പറിൻ്റെ ഡ്രൈവർമാരനെ. കുഞ്ഞാപ്പോ ഒരു തള ഇവിടെ നടക്കാണ്ട് കേട്ടോ. ഇവിടെ നിളച്ചാൽ വളമ്പൂട്ടോ. മരട്ടി അവിടെ കുത്തിരോളി തണുപ്പത്ത് കേട്ടോ. കുഴങ്ങി വരുമല്ലേ? നാടൻ കരിയപ്പോൾ കിട്ടക്കണം കേട്ടോ. എടുക്കണം. നമുക്ക് ആയിട്ടില്ല. ഒന്ന് റെസ്റ്റ് എടുത്തോളി കേട്ടോ. വേറെ ടിപ്പറിൻ്റെ ഡ്രൈവറാണ് വരുന്നത് കേട്ടോ. വരുന്നത് അതിലെങ്ങനെ വള്ളക്കുപ്പിയും കൊണ്ട് പാവം വള്ളം ഏറ്റി വരുന്നുണ്ട്. ഞമ്മക്കിലാണ് അത്. ഗഫൂർ പൂക്കോട്ടും പാടം വരുന്നുണ്ട്. നോക്കി പോക്കണ്ട കേട്ടോ. വല്ല പോരട്ടോ. ഒളിച്ചു പോകും ചോദിച്ചു. ഊണാ ഒളിച്ചു പോകും. നെയ്ച്ചോറ് കിട്ടിയില്ലേ? ഇതിൻ്റെ അരി ഇത്ര വലുപ്പം? ഇത് അല്ല, അത് ചെറിയൊരു പാളിയോ ഒരു സംശയമുണ്ട്. കാരണം ഇതൊക്കെ ഇത്ര വലുപ്പമൊക്കെ ഇത് ചിങ്ങനെ തോണിയേ കണ്ടപ്പോളേ നെയ്ച്ചല്ലോ ഉണ്ടായിക്കോട്ടെ കേട്ടോ.
അണ്ടിപ്പരിപ്പ് എടുത്തൊന്നല്ലേ നെജ്ജ് പറഞ്ഞ പിന്നെ സാധനം മാണ്ടതിക്ക് എന്ത് നെയ്ച്ചോറിക്കത്ത ഉണ്ടാകും ഏട്ടാ പട്ടിട്ടില്ലല്ലേ അല്ല പട്ടൊക്കെ ഉണ്ടായിക്കോട്ടെ ഇതാക്കണ്ടോ നമ്മളെ അടുത്ത ഗസ്റ്റ് ഇതാ വരുന്നേ ഗഫൂർ പൂക്കോട്ടും പാടം അവനെന്താ വെച്ചാൽ വെള്ളം കൊണ്ട് വരികയാണ് വെള്ളം വെക്ക് വെള്ളമാണ് ഇവിടെ വേണ്ടത് വെള്ളമൊക്കെ കഴിഞ്ഞു ആ തണുത്തുള്ളം കൊണ്ടടാ സാമ്പിൾ നോക്കി സാമ്പിൾ നോക്കിയാണ്ടേ സാമ്പിളേ ചിക്കൻ സാമ്പിൾ നോക്കിയാണ്ടേ തൊള്ളിൽ കൂടെ ആകെ എരിഞ്ഞിക്കണം മറ്റേ പഞ്ഞിപ്പോൾ അതിൻ്റെ സാമ്പിൾ ഒക്കെ ഉണ്ടാവും എന്നാ പൊട്ടിച്ച് പാരി നെജ്ജ് എല്ലാം പാരിട്ടോ കജ്ജിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ വരണം നെജ്ജ് അതെന്താ അത് ഈ മരത്തിൻ്റെ ഇല എങ്ങായിമാരെ അല്ലാണ്ട് നെയ്ച്ചോട്ടിക്കിടണല്ലോ നല്ലേ ഇപ്പം എന്തോ കാറ്റത്തൊന്ന് ചാടിയിലേക്ക് കാറ്റത്ത് ഈ മരുന്നിൻ്റെ ഇല അടിയണോ ഓ മറ്റോ സാമ്പിളൊക്കെ തുടങ്ങിട്ടോ സാമ്പിളൊക്കെ ഉണ്ടോ മനോട് ചോദിക്കാം മറ്റോ കുറിച്ചൊക്കെയോ വരാണ്ടേ വരുന്നുണ്ടേ സാമ്പിളാണ് ഇപ്പോൾ പ്രധാനം ഇവിടെ വേണ്ട അങ്ങനെ ചോറുക്ക് നോക്കിയാ ഇത് കോയിനേക്കാളിലും കൂടുതൽ മുളകാണല്ലോ അതിൽ ഇതൊന്ന് സാമ്പിൾ ഇട് മറ്റോ നോക്കിയാ പോയി കജ്ജ് വെക്കുക പിന്നെ സാമ്പിൾ എന്നാ എന്നിട്ടും പറയാം മുളകും നിർത്തിവിടല്ലേ മുളക് നിർത്തുണ്ടോ കിട്ടാ രണ്ടേക്കോട്ടെ എന്താ ഇപ്പൊ മുളക് എടുത്തിട്ട് ഇപ്പൊ ഇരുപത് നമ്മൾ ഉള്ളിത്തേര് ഉണ്ടാക്കലത് അതിന് മട തന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കമ്മി വേണ്ട ഉള്ളിത്തേര് ഓ എന്താ പറഞ്ഞ ഇപ്പോൾ വരാനോ ഇതിപ്പോൾ സാമ്പിൾ തന്നെ പ്ലേറ്റ് തന്നല്ലേ അല്ല സാമ്പിൾ എത്ര തിന്നോന് പോയി കജ്ജ സാമ്പിൾ എന്താ ലാസ്റ്റ് ഇപ്പോൾ പ്ലേറ്റ് പഠിച്ചു വേണോ കേട്ടോ ഉറ്റ നോക്കി വെച്ചോന്റെ സാമ്പിൾ നമുക്ക് എല്ലാവരും ഉണ്ട് കേട്ടോ വിളമ്പിക്കോളി സാമ്പിൾ നിന്നോളി അത് സാമ്പിൾ എന്നിട്ടേ അങ്ങനെ തൈര് റെഡി തൈര് സാറേ ചോട്ടിയാ കോഴി വരി കൊണ്ടാൻ കിട്ടില്ല ചോറ് ഉണ്ടാവും അല്ലടാ ഏതായാലും വെളിച്ചെണ്ണ ബാക്കിയുണ്ടല്ലോ നിങ്ങൾ ആ കോഴികൾ പറഞ്ഞതേ ആ ലേസം തൈര് റെഡിയല്ലേ കുഞ്ഞുട്ടിയെ തൈര് റെഡിയായി ചോറ് വിളമ്പിക്കാണി വേണം 2 മണി 2:30 ആയി എന്നിട്ട് വേണം പോയി ചാടാം ചോറ് വിളമ്പി കൊടുത്താണി ആക്കെ അത് പിന്നെ പറയാം എന്നാ ചോറ് വിളമ്പിക്കോളി അടിപൊളി നെയ്ച്ചോറ് കേട്ടോ ഉണ്ടല്ലേ അണ്ടിയും മുന്തിരിയും മറ്റേ മരുതിൻ്റെ ഇലയൊക്കെ ചാടിക്കണേക്ക് മേലേക്ക് നോക്കിയാ ഇല ഒക്കെ ചാടിക്കണേ പട്ടിയും ഇലയും ഈ തേക്കിൻ്റെ ഇല അങ്ങനത്തെ എന്തൊക്കെയോ ഇലയൊക്കെ ചാടിക്കണേ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും കൊടുക്ക് എനിക്ക് ചോറ് കുറച്ച് മതി കേട്ടോ ചിക്കനാണ് കൂടുതൽ വേണ്ടത് പ്ലേറ്റോട് കൊടുക്കാൻ വേണമെങ്കിലേ ഇച്ചിരി അവിടെ ആ വരുമ്പോൾ കൂടെ ഇടുന്നോ അവിടെ വേണ്ട അവിടെ നമ്മൾ ചാടാൻ പോവാണ് അടുത്ത പ്ലേറ്റ് എനിക്ക് ലോഡ് എടുക്കിട്ടോ ഞാൻ വീഡിയോ പിടിച്ചാണ് എനിക്ക് ലോഡ് ഒരു ഇളക്കി എന്നിട്ട് ആ വേരിൻ്റെ അവിടെ കൊണ്ടേക്ക് ആ വേറെ പെരി കൊണ്ടായാലും പെടും ഇവിടെ തിന്നാലും ബില്ലിൽ പെടും ആ പിന്നെ കട്ടയിൽ എന്തായാലും പെടും മണി എനിക്ക് പൂതിരോളം പെടുന്നോ ബാക്കി പെരി കൊണ്ടേക്കോ എന്നാലും കട്ടാൻ തരും പെണ്ണുങ്ങളെന്താ നിങ്ങള് ഇച്ചിലെ ചോറ് വിളമ്പി ഏടാ വിളമ്പി കൊടുത്തോ തണുത്തോളുണ്ട് ചിക്കൻ വിളമ്പിക്കാണി ഇഷ്ടം പോലെ അല്ലേ ഇതെത്ര അത്ര തൈരൊക്കെ നെയ്ച്ചോറ് രസം ഉണ്ടാവും തേക്കിൻ്റെ ചാടിക്കണേക്ക് ആ മരുന്നിൻ്റെ ചാടിക്കണേ അതാണത് അണ്ടിപ്പരിപ്പ് മുന്തിരി മേലത്തെ മരുന്നിൻ്റെ ഇലയൊക്കെ ചാടിക്കണേ നെയ്ച്ചോറ് രസം ഉണ്ടാവും നോക്കണ്ട ആ
നാടൻ കരിയപ്പ് എല്ലാവർക്കും അടിയാൻ വേണ്ടിയതേ. ചിക്കൻ കോരിയപ്പോ നല്ലോണം കോരി കൊടുക്ക്. നേരത്തെ വെച്ചോളാ. ആ മറ്റോ കജ്ജനൊരു വേറെ നാടൻകരിയപ്പ്. ഇത് കാരാടുന്ന എംസാൻ ഇട്ടമാര് 10 അടി മേലുണ്ട് കേട്ടോ. കാരാടുന്ന എംസാൻ ഇട്ടമാരിയേ അല്ലേ ഇതിക്ക് 10 അടി മേലിട്ടിക്കണ്. ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഇവിടെ കുത്തുന്നാണ്ട് ഓമാശനം കഴിക്കുന്നുണ്ട്. അവനാണ് പണ്ടാരി. കുഞ്ഞാപ്പ് ഇവിടെ കേട്ടോ. കുഞ്ഞാപ്പ് ഇവിടെ ഒഴിഞ്ഞ് തണുപ്പത്ത്. മറ്റൊരൊക്കെ ഇവിടെ കേട്ടോ. ആ വേരുമ്പോൾ കുത്തിന് പോയൻ്റെ പക്കത്തുത്തിനാണ്ടേ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കണ്ടില്ലേ. പോയൻ്റെ കരയത്ത് ഈ വേരുമ്പോൾ അങ്ങനെ കുത്തിനെ തിന്നാണ്ടല്ലോ. ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ലോഞ്ഞുട്ടിയെ ഇക്കുറി അഴിമതിയില്ല. ആ നാടനാണ്. അഴിമതി നടത്തിയില്ല. മുത്രാണ് കഴിഞ്ഞൂറി അഴിമതി നടത്തിയാണ്. വെള്ളക്കോയിനെ കയറ്റി എന്താ സീനറി കണ്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് അതിൻ്റെ വക്കത്ത് ഇങ്ങനെ ഇരുന്നാണ്ട് ഈ വേരുമ്പോൾ കുത്തിനാണ്ട് മരത്തിനുള്ളിൽ ഭക്ഷണം കഴിച്ചാൽ അലോല് വരുന്നുണ്ട്. അത് വരുവാണെങ്കിൽ വന്നോട്ടെ, കുഴപ്പമില്ല. ഇങ്ങനെ കാത്തുക്കാൻ നേരല്ലോ അവിടെ വരുള്ളൂ. ആ ചിക്കൻ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കട്ടോ. ആ ചിക്കൻ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്ക്. ചോറ് ബാക്കി പറഞ്ഞാലേ എല്ലാവർക്കും ഒരു ചോറോടെ ആ പറഞ്ഞിട്ടുണ്ട്. ആ ചിക്കൻ കൊടുക്കുമ്പോഴേ നിർത്തിക്കളാ കേട്ടോ. നീച്ചു പോടുന്നു നീച്ചു പോ. അതൊക്കെ എവിടെ നിന്നണം പേരേക്കും കൊണ്ടുപോകണം പറഞ്ഞിട്ടേ. എന്തൊരു തീറ്റ വെച്ച പേര് ചെറുതായിട്ട് പോരിയായി. ഇതിവിടെ നീർച്ചടത്തല്ല. ആ 7 കോരിയക്കാലാണ്. അവന് മതി. നിർത്തിക്കളാ നീച്ചടാ. മതി അത്ര മതി എനിക്ക്. മതി നിർത്തിക്കളാ. ഒറ്റക്കാലം എടുക്കാൻ പറ്റുള്ളൂ. അത് മറ്റേ ചോറ് എടുക്കണ മാറില്ല. നിർത്തിക്കളി. മതി. കുഞ്ഞാപ്പൂന് പാർസൽ കേട്ടോ. കുഞ്ഞാപ്പൂന് കാരാടുന്ന് 10 അടി മേലക്കണ്ട മാതിരി ചിക്കൻ ഇട്ട് കൊടുത്തു കേട്ടോ. മതി. അനക്ക് പേരീക്ക് പാർസൽ ഉണ്ടോ? ഇത് പേരീക്കാ എടാ ഇത് അറിയിട്ടുണ്ടല്ലോ. ചുമ്മാണോ നിർത്തിക്കളി. ഭക്ഷണം കഴിക്കണം കേട്ടോ. പോയൻ്റെ പക്കത്തൊക്കെ ആക്കണായിട്ടുകളൊക്കെ ഉണ്ട് അവിടെ. ഒക്കെ ആക്കണം. ഇനി പോയാലൊരു ചാട്ടം. പോയാൽ ഓരോ ചാട്ടമൊക്കെ ചാടിയിട്ടേ പിരിയുള്ളൂ ഇവിടെ കേട്ടോ. ഓനാണ് വെച്ചതേ. ഓന് 30 ഇത് 2 കണക്കാണ്. കൊറേ നേരല്ല വേണ്ടേ കൊണ്ടുണ്ട് പാർസൽ. നാളെ വലത് ഭാഗം ഉണ്ടോ കനലോട്? ഇവിടെ ഇറച്ചിക്ക് തിരക്കൂട് തന്നെ. തമാസ പോലെ കാണാത്തല മാറി ഊതി തീരോളം നിൽക്കണേ. പെരി കൊണ്ടാണ് ഇതിനാണ് തിരക്കൂടത്. ആ ചോറാണോ ഇബൻ ആട്ടി വിട്ടാ. ഇബൻ ഇതിന് ചോറിനും തീമക്ക് ഇങ്ങനെ വാട്ട നോക്കി കുത്തിരിക്കാണ്. ഇവിടെ നീർച്ചയല്ല. ആ ഗൂഗിൾ പേ കൊടുത്തോളാം. ഇജ്ജ് ബൈക്കാത്താടി എടുത്താ. ഇനി മതി നിർത്തിക്കളാം. ഇവിടുന്ന് നല്ലൊരു കുളി പാസ്സാക്കിയാണ്ട് ഓരോരുത്തർ തടുക്കൽ തുടങ്ങി. എന്നിട്ട് പിരിയാണ്. ഇവിടെയാണ് നമ്മളെ കുളിക്കണ സ്ഥലം കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഇവിടെയാണ് ഞങ്ങൾ കുളിച്ചുകാണ്ടേ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചുകാണ്ട് പിരിയാണ് കേട്ടോ. ആയ മറിഞ്ഞിട്ട് വിളിച്ചിറങ്ങാൻ അത്ര ആയണ്ടോ? അത്ര ആയിട്ടില്ലേ? ഞാൻ ഇറങ്ങില്ല. ഞാൻ ഇവിടെ കുളിച്ചോട്ടെ കേട്ടോ. നീന്താൻ അറിയില്ലേ? സൈജലിനും നീന്താൻ അറിയില്ല. അപ്പം ഞങ്ങളിവിടെ കുളിച്ചോണ്ട് വേണ്ട. അത്ര ആയിട്ടില്ലേ? വേണ്ടടാ. ഞാൻ ഇവിടെ കുളിച്ചോണ്ട് കേട്ടോ. നമുക്ക് അരക്കറ്റം വെള്ളത്തിൽ അടക്കുള്ളൂ. നിങ്ങളവിടെ കുളിച്ചോളേ.
നാട്ടുകാരല്ല. ഇവിടെ കുളി കഴിഞ്ഞാണ്ട് ഇവിടെ നിന്ന് പിരിയാണ് ഞങ്ങൾ. ഭക്ഷണമൊക്കെ കഴിച്ച് ഇതോടുകൂടിയാണ് നമ്മൾ ആ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണ്. ഇവിടുത്തെ കുളി കഴിഞ്ഞാൽ കട്ടിയെടുക്കട്ടോ. ഇവിടെ വന്നപ്പോ ആകെ ചപ്പയില്ല, രണ്ടെണ്ണം കൂടി പരിപാടി പരിപാടി കഴിഞ്ഞ് പരിപാടി നിർത്താട്ടോ. അങ്ങനെ ചോറുപ്പ് കഴിഞ്ഞാണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളി നനയൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ പോവുകയാണ്. അവിടെ വീഡിയോ അവസാനിപ്പിക്കുവാണ് കേട്ടോ. വൈൻഡപ്പ് ചെയ്യുന്നു. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.